ഇത് എവിടെ പുറത്ത് വിടേണ്ടത് എന്ന് ഈ ഓഫീസിലുള്ള ടീമിന് ഒരു അന്തും കുന്തുമില്ലാത്ത മുസ്തഫിനല്ലേ അവിടെ നിർത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒക്കെ വാർത്ത കൊടുത്ത് എല്ലാവർക്കും ഇത് റദ്ദാക്കി. ഇത് പറയേണ്ടതാരാ? ഒരു രാജ്യത്തിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ ആ രാജ്യമാണോ പറയേണ്ടത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓല അറിയിക്കാൻ വേണ്ടേ? അങ്ങനെ വിളിച്ചു പറയല. അതുകൊണ്ട് തന്നെ എന്താ കിട്ടി? ഇന്നലെ രാത്രി ഒന്നും നമുക്കൊരു സുഖമില്ല എന്ന് കിടന്നുറങ്ങാൻ. എന്താകാനാ? ഞങ്ങൾക്കറിയാലോ അത്. കേന്ദ്രത്തിൻ്റെ പരിശ്രമം വിജയിക്കുന്നു, റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ ദാഴി ഓഫീസിലുള്ള കുണ്ടന്മാരെ ഇറക്കിയിട്ട് ഞങ്ങൾ വാർത്ത കൊടുത്തു, ഞങ്ങൾക്ക് ക്രെഡിറ്റ്. എന്നിട്ട് വേണം മൂപ്പർക്ക് രാഷ്ട്രീയത്തിൽ കയറാൻ. അതിനാപ്പതൊക്കെ കളി. MLA ആവാൻ കുപ്പായൊക്കെ തേച്ച് വെച്ചേക്ക. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു, അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല, കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു. കഴിഞ്ഞില്ലേ? പാറ്റയുടെ ആയുസ് പോലും വെൽക്കുണ്ടാവില്ല. വലിയ ആഘോഷമൊക്കെ നടത്തി പിറ്റേന്ന് കേന്ദ്രം തന്നെ വന്ന് തള്ളിക്കളയാണ്. ഇപ്പോൾ ഫൈറ്റ് എടുക്കുന്ന കേന്ദ്രവും കാന്തപുരവും തമ്മിലാണ്. കേന്ദ്രം തള്ളിയ വാർത്ത എന്ന് വെച്ചു കൊടുക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് വന്ന സൂചനയാണത്. എന്നാൽ ആ റിപ്പോർട്ടുകൾ തള്ളുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവമെന്നാണ് കേന്ദ്രം പറയുന്നത്. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. പിയാ സുനിൽ, ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നത്. കാന്തപുരം ഭാഗത്തു നിന്നുമാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവരതിന്റെ ചില രേഖകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് തള്ളുകയാണോ ഈ വാർത്ത? അരുൺ, എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ വരികയാണ്. ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ട്, ഉടൻ തന്നെ യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ കൈമാറിയത്. ഏതായാലും ആ വാർത്ത, ആ റിപ്പോർട്ട് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളടക്കം നൽകിയത്. ഈ വാർത്ത സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം റിപ്പോർട്ടർ തേടിയിരുന്നു. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടറിനോടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു വിവരമാണ്. റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് മറ്റൊരു കാര്യം കൂടി എത്തിക്കുകയാണ്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ രാത്രിയിലും നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നേരത്തെ വധശിക്ഷ നീട്ടിവെച്ച വിഷയവും ആദ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയതും. ആ രേഖകൾ തന്നതും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇന്നലെ രാത്രിയും കാന്തപുരത്തിന്റെ ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ആ വാർത്ത നമുക്ക് നൽകിയത്. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ വാർത്ത ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിക്കുന്നില്ല. റിപ്പോർട്ടുകൾ തള്ളുകയാണ് കേന്ദ്രം. പിയാസുൽ തുടരാം. അരുൺ, എന്തായാലും ഈ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക മറുപടി നമ്മൾ തേടിയിരുന്നു. ഏതായാലും അതിനാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവം, സത്യവിരുദ്ധമാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇൻഫർമേഷൻ ബീങ് ഷെയർഡ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ്. അവരല്ലേ അത് അറിയിക്കേണ്ടത്? കേന്ദ്രം അത് അറിയില്ല എന്നല്ല, തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മർക്കസിൻ്റെ ഓഫീസ് എന്ത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തേക്ക് നോക്കുമ്പോൾ ഒരു കൊതുകിൻ്റെ ചിറകിനോട് തന്നെ ഉപമിക്കാൻ പറ്റും. എന്നിട്ട് അയാൾ പറയുന്നത് നേരത്തെ വധശിക്ഷ നീട്ടി എന്നുള്ളതും കാന്തപുരത്തിൻ്റെ ഓഫീസാണ് നടന്നത്. എല്ലാ പൊട്ടത്തിനും ഓലെന്നല്ലേ ചെയ്യാം. നീട്ടിവെച്ചു എന്നുള്ള വിധി ആക്ഷൻ കൗൺസിലിന് 13-ന് കിട്ടി, 14-ന് ലെറ്റർ കിട്ടി. പക്ഷെ ഓലാരോ പുറത്ത് വിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ്റും വിട്ടില്ല. കാരണം അത് ഇങ്ങനെ വെച്ചാലേ ഈ സംഭവം നിലനിൽക്കൂ. അതിനുവേണ്ടി തന്ത്രപരമായി അവിടെ നിർത്തിയതാ. മറ്റൊരു ക്രെഡിറ്റിന് വേണ്ടിയല്ലേ. അപ്പോഴേക്ക് ചാടി ഇറങ്ങിയില്ലേ, ഡേറ്റ് പോലും നോക്കാതെ. സഹോദരൻ വരെ അറിഞ്ഞില്ല, സഹോദരന് വരെ അറിയിച്ചു കൊടുത്തില്ല. ഏത് ഈ നീട്ടിവെച്ച്, കാരണം പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ട് അതിനൊരു സ്വകാര്യത ഉണ്ടല്ലോ. അതുപോലെയല്ല കുടുംബത്തിൻ്റെ തീരുമാനം സഹോദരനെ അറിയാന്നുള്ളത്, അതാദ്യം അറിയണം. അപ്പൊ ഇന്നലെ പറഞ്ഞ വാർത്തനെ കുറിച്ച് അപ്പൊ പറഞ്ഞ കേന്ദ്രം പൂർണ്ണമായും തള്ളി, വാസ്തവ വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഞങ്ങളല്ല പറഞ്ഞ്. ഒരു ചങ്ങായി പറയാ എനിക്ക് കേന്ദ്രത്തിൽ വല്ല വന്നുകൊണ്ടോ, അത് നമ്മൾ പറഞ്ഞു കൊടുത്താന്നാ അപ്പോൾ വിചാരിക്കും. കേന്ദ്രത്തിൻ്റെ സംവിധാനം വെച്ച് നോക്കിയതാ. അത് ഒരു ചാനലല്ല, പല പ്രധാനമായിട്ടുള്ള ചാനൽ വരെ റിപ്പോർട്ട് ചെയ്തു. ഒന്നുകൂടിയും കാന്തപുരത്തിന്റെ ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയെന്ന് വിവരം അറിയിച്ചത്. അപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നിരുന്നില്ല.
ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുകയാണോ കേന്ദ്രം? എന്താണ് കൂടുതലായി വ്യക്തമാക്കിയത്? അനുജ, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് പുറത്തുവന്ന വാർത്തകളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അത് തള്ളുന്നത്. അത്തരത്തിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ അത് തെറ്റാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ യാതൊരു ആശയവിനിമയവും ഇത് ലഭിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിച്ചത്. വളരെ കൃത്യമായി തള്ളി. അപ്പൊ വലിയൊരു അടവ് നോക്കിയതായിരുന്നു. കേന്ദ്ര ഇത് പ്രഖ്യാപിക്കുമല്ലോ, കേന്ദ്ര ഔദ്യോഗികമായ അതിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവര് എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തിയ ഞങ്ങളാണ് രക്ഷപ്പെടുത്തിയത്, ഞങ്ങളിത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പണ്ട് 14-15 ആയപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് നോക്കിയതാ, ആദ്യം പറഞ്ഞു നോക്കിയതാണ്. കേന്ദ്രം പൂർണ്ണമായി തള്ളി എന്നല്ല, കാന്തപുരത്തിന്റെ ഓഫീസ് ആ വിവരം പുറത്തുവിട്ട അടുത്ത സെക്കൻഡിൽ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് വന്നു കാന്തപുരത്തെ വെല്ലുവിളിച്ചു. ആരോടാ ചർച്ച നടത്തിയത്? എവിടെയാ ചർച്ച നടത്തിയത്? ഞങ്ങളല്ലട്ടോ, ഞങ്ങളെ മേത്തേക്ക് കണ്ട നിങ്ങൾ പോയത്തം ചെയ്ത് നിങ്ങൾ തന്നെ കുടുങ്ങണീ, ഞങ്ങളെന്താക്കാനാ? നിങ്ങളെന്താ പറയാന്ന് വരെ മശായിഖ് തീരുമാനിക്കണ കാലല്ലേ ഇത്? അല്ലെങ്കിൽ ഇതാരോ പുറത്തു വിടും. 5% ബുദ്ധി ഉണ്ടെങ്കിൽ വിടൂലല്ലത്. ഇത് കേന്ദ്ര സർക്കാർ ഇവിടെ അല്ലേ, വിദേശകാര്യ മന്ത്രാലയല്ലേ. ഇതിനു മുമ്പുള്ള കേസുകളിലൊക്കെ അഡ്വക്കറ്റിന് വരെ കൊടുക്കുന്ന ക്യാഷ് അവർ മുഖേനയാണ് എത്തിച്ചു കൊടുക്കുന്നത്. എന്തെല്ലാം അവിടെ പ്രതിനിധികളെ ഞങ്ങളിന്ന് അവിടുത്തെ കേന്ദ്ര മിനിസ്റ്റർമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാരോടൊക്കെ സംസാരിച്ചപ്പോൾ എത്രയോ കാലമായി അതിൻ്റെ പിന്നിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്നത് അവിടെ ആവശ്യമായ എല്ലാ ചർച്ചകളും നടത്തുന്നുണ്ട്, പുരോഗതിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് ബൽക്ക് കൊടുന്ന വിവരം കിട്ടിയാണ്. അപ്പോൾ ചാടി ഇറങ്ങി റദ്ദാക്കിയേക്കും. അതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രമേ ഞങ്ങൾക്കത് കാണാൻ പറ്റൂ. അതുകൊണ്ട് തലാലിൻ്റെ സഹോദരൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, പേരോടെ തന്നെ പോയിക്കോട്ടെ, ഒരു വാദപ്രതിവാദം നടക്കട്ടെ. അറബി അറിയില്ലെങ്കിൽ ഞങ്ങൾ പരിഭാഷപ്പെടുത്തി തരണ്ടേ, എന്നാലും വേണ്ടിയില്ല. എന്താ വെല്ലുവിളി? നിങ്ങളെ പ്രധാന ചാനൽ തന്നെ പറയട്ടെ, എന്താണ് നിങ്ങളെ ഓഫീസ് അറിയിച്ചതിനെ കുറിച്ച് സഹോദരന് പറയാനുള്ളത് കേട്ടോളി. ഓഫീസിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായി എന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തലാലിന്റെ സഹോദരൻ വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൂടെ തലാലിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നാണ്. മാത്രമല്ല, ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യം. എത്രയും വേഗം തങ്ങളുടെ കുടുംബത്തിന് നീതി വേണം എന്നും ആണ് തങ്ങളുടെ ആവശ്യം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ തലാലിന്റെ സഹോദരൻ കുറിപ്പിട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ഒത്തുതീർപ്പ് എങ്ങനെ ഉണ്ടായി, ആരുമായാണ് ഇത്തരം ചർച്ചകൾ നടത്തിയത്, ഇക്കാര്യങ്ങളൊക്കെ കാന്തപുരം വിശദീകരിക്കണം എന്നാണ് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല എന്ന് തലാലിന്റെ കുടുംബം സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം തലാലിന്റെ കുടുംബം, തലാലിന്റെ സഹോദരൻ ഉയർത്തുകയാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, തങ്ങൾക്ക് നീതി വേണം എന്നതാണ് തങ്ങളുടെ ആവശ്യം. അക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തന്റെ സഹോദരനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അത് തെറ്റായ രീതിയാണ്, ഇത് തെറ്റായ മാധ്യമ പ്രവർത്തന രീതിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെയുള്ള ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാമുവൽ ജെറോമും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെയും. ഈ സാമുവൽ ജെറോമും ഈ തലാലിന്റെ സഹോദരന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. സാമുവൽ ജെറോമിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം, അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം ഈ സാമുവൽ ജെറോമിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് വേണം. നിങ്ങൾ എന്തിനാ അവിടുന്ന് വാർത്ത സ്വീകരിക്കാൻ പോയി? ഞങ്ങളോട് ചോദിച്ചിട്ട് പോരുന്നു. ബലി കള്ളത്തരല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയും, ഞങ്ങളും എല്ലാവരും ഒരു ശുഭവാർത്തക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും
അതിന് അനുയോജ്യമായ രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടുണ്ട്. അതിനെ ദയവ് ചെയ്ത് ശല്യം ചെയ്യരുതേ, കുത്തിത്തിരിപ്പുണ്ടാക്കരുതേ എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിനോടും മകൻ ഹക്കീമിനോടും പറയാനുള്ളത്. കുത്തിത്തിരിപ്പ് നിർത്തുക. ക്രെഡിറ്റ് ഒക്കെ വേണമെങ്കിൽ ഒരു 4 ക്ലാസ്സിലാക്കി ഞങ്ങളാണ് തരാം. വേറെ ഒരു സഹോദരി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട് ഈ ആളാകാൻ നോക്കുന്നത്? അത് നിർത്തിവെച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സ്വസ്ഥമായി അതിനെ അനുവദിക്കുങ്ങള്. അവര് ആ പരിപാടിയൊക്കെ നടത്തിയിട്ട് നല്ലൊരു വാർത്ത നമുക്ക് തരട്ടെ. അങ്ങനെ തരുമ്പോ നിങ്ങളും അത് കേട്ടോളി, ഞങ്ങളൊക്കെ കേൾക്കണായിരി. പദ്ധതി നിങ്ങൾക്ക് മനസ്സിലായില്ലപ്പോ. അടുത്ത ദിവസം കേന്ദ്രം പുറത്തുവിടാൻ സാധ്യതയുള്ള ഒരു ന്യൂസ്, ആ ന്യൂസിനെ നേരത്തെ തൻ്റെ അക്കൗണ്ടിലേക്കാനുള്ള എടുത്തുചാട്ടമാണ് അവർ നടത്തിയിരിക്കുന്നത്. പക്ഷെ കേന്ദ്രം ഇടപെട്ട് അതിനെ പൊളിച്ച് കയ്യിലും കൊടുത്തു, സഹോദരന് അപ്പുറത്തൊന്നും കൊടുത്ത്, എല്ലാം കൂടി മോൾന്ന് നമ്മളും കൊടുത്ത്. കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. ഇനി അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലാതെ ഇനിയിപ്പോൾ ഒരു വാർത്ത കൊടുത്ത് ആരോ വിശ്വസിക്കും. ഇനി വേണമെങ്കിൽ നാളെ വാർത്ത കൊടുക്കും, നിമിഷപ്രിയ കേരളത്തിലെത്തി മർക്കസിൽ സ്വീകരണം, കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചു. എന്തും വാർത്ത കൊടുക്കുമ്പോൾ. അപ്പൊ ഇവരെ വാർത്ത ചാനലുകാരെ വെറുതെ നിങ്ങൾ വഷളാകുന്നത് ഞങ്ങൾക്കൊരു കാണുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. അതുകൊണ്ടാണ്. ഇതിനൊക്കെ ഒരു ഔദ്യോഗിക സിസ്റ്റം ഇല്ല ഇവിടെ. അവര് അതിൽ പണിയെടുത്ത് അത് എന്താണോ വേണ്ടത് അത് ചെയ്യട്ടെ. അതൊരു രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന വിഷയമല്ലേ. അതിൽ ഇടപെടാൻ പറ്റുന്ന പഴുതുകൾ ഉപയോഗപ്പെടുത്തട്ടെ. അങ്ങനെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് അഫുവ് ചെയ്ത് ഞങ്ങൾ അതാ പറഞ്ഞു അങ്ങനൊന്നും ആരും പറഞ്ഞില്ല. നിങ്ങൾ ഇടപെട്ടത് കള്ളത്തരാണ്. ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ ഇടയിൽ പെട്ടുപോയതാണ്. ഈ വാർത്തയൊക്കെ നിങ്ങൾ നൽകുന്നത് ക്രെഡിറ്റ് ഉണ്ടാക്കാനാണ്. മണത്തെറിഞ്ഞ് നേരത്തെ ചാടുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങളുണ്ടാവുമ്പോൾ നടക്കൂല, ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം നിങ്ങളെ കള്ളത്തരം നേരത്തെ ഞങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഈ പ്രസിദ്ധി, ഈ ആളാകൽ, സമ്പത്ത് അത് അങ്ങനെയുണ്ടായാലോ. ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇന്റർനാഷണൽ ദായിക്കൊരു പൂതി ഉണ്ടായാലോ പൈസ വിരിക്കാൻ. പൗതി കൊടുത്താൽ മതിയല്ലോ. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവർക്ക്. രാഷ്ട്രീയവും കേരള പണവും സ്ഥാനവും ഇതൊക്കെ ഒന്ന് നിർത്തി മരിക്കണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. വയസ്സ് 80-90 പിന്നിട്ടിട്ടും എന്താ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്?